Question number 1. The parameter that remain the same for molecule of all gases at a given temperature is. ഗ്യാസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയി പഠിക്കുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അപ്പം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്കറിയാം ഓരോ ഗ്യാസ് മോളിക്യൂളിൻ്റെയും ടോട്ടൽ എനർജി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം, അല്ലെങ്കിൽ ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം പൊസസ് ആൻ എനർജി ഓഫ് ഹാഫ് kBt. ഇപ്പോൾ ഒരാളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എഫ് ആണെന്ന് വിചാരിക്കുക. അപ്പം അയാളുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താ? F/2 kBt ആണ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി. അപ്പോൾ അയാളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം മാറത്തില്ല. ടെമ്പറേച്ചർ ക്വസ്റ്റ്യനിൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. സെയിം ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത്, ഗിവൺ ടെമ്പറേച്ചർ. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ KB ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ എല്ലാവരും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഗിവൺ ടെമ്പറേച്ചറിൽ. സോ കൈനറ്റിക് എനർജി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആൻസർ ഒറ്റ ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇനി ആലോചിക്കാനില്ല. ഓപ്ഷൻ 1. മൊമെൻറ്റം, മാസും വെലോസിറ്റിയൊക്കെ മാറാം. വ്യത്യസ്ത മോളിക്യൂളുകളുടെ മൊമെൻറ്റം മാറും, മാസ് മാറാം, സ്പീഡ് മാറാം. പക്ഷേ ഗിവൺ ടെമ്പറേച്ചറിലെ കൈനറ്റിക് എനർജി ആയിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാകുക.